അടുത്തിടെ ഇന്റർനെറ്റിൽ പുതിയൊരു വാക്ക് രൂപപ്പെട്ടു, ഗ്രേ ഡിവോഴ്സ്. ഇതിന്റെ മറ്റൊരു പേരായി സിൽവർ സ്പ്ലിറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. സംഭവം എന്താണ് എന്ന് ആദ്യം തന്നെ പറയാം. ദീർഘകാല വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് വേർപിരിയുന്നവർ, അതായത് 50 വയസ്സിന് ശേഷം ബന്ധം വേർപിരിയുന്നവരെയാണ് ഈ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗ്രേ ഡിവോഴ്സ് പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് NIH നടത്തിയ പഠനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ഡിവോഴ്സ് ആയത് നമ്മളെ ഞെട്ടിച്ചതുമായ കുറച്ച് സെലിബ്രിറ്റീസ് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും. ഇരുവരുടെയും വിവാഹമോചന വാർത്ത വലിയൊരു ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. നീണ്ട 29 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചതായി ഈ അടുത്താണ് വാർത്ത പുറത്തു വന്നത്. AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും ഒരു കാലത്ത് സിനിമയിലും വ്യക്തി ജീവിതത്തിലും പൊതുസമൂഹത്തിലെ ഏറ്റവും സ്നേഹമുള്ള പങ്കാളികളായാണ് കാണപ്പെട്ടത്. എന്നാൽ അടുത്തിടെ സൈറ ബാനു ARൽ നിന്ന് വേർപിരിയുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ടാമത് പ്രിയദർശൻ ലിസി. 1990 ഡിസംബറിൽ വിവാഹിതരായ ഇവർ നീണ്ട 22 വർഷത്തെ ദാമ്പത്യം ഒരു ഒപ്പിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ലിസിക്കായി താൻ കാത്തിരിക്കുകയാണെന്നും ലിസിയെ പ്രണയിക്കുന്നതായും പ്രിയദർശൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ ഒരിക്കലും ആ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്ന നിലപാടിലായിരുന്നു ലിസി. കുടുംബകാര്യങ്ങളിൽ പ്രിയദർശൻ അലസനായിരുന്നുവെന്നും ലിസിക്ക് യാതൊരു ബഹുമാനവും നൽകിയിരുന്നില്ല എന്നും അതാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും അക്കാലത്ത് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇരുവരും വേർപിരിഞ്ഞതെന്ന് മക്കളായ സിദ്ധാർത്ഥിനും കല്യാണിക്കും അറിയാമെന്നാണ് ലിസി പറഞ്ഞിരുന്നത്. പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ക്രിസ്ത്യാനിയായ ലിസി മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു. മൂന്നാമതായി മലൈക്ക അറോറയും അർബാസ് ഖാനും. മലൈക്ക അറോറയും അർബാസ് ഖാനും 1997 വിവാഹിതരായത്. ഏകദേശം 19 വർഷത്തെ വിവാഹ ജീവിതം 2017 ഇരുവരും അവസാനിപ്പിച്ചു. നാലാമതായി സീമ സജ്ദയും സൊഹൈൽ ഖാനും. അർബാസ് ഖാൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ സൊഹൈൽ ഖാനും മുൻ ഭാര്യ സീമ സജ്ദയും സിൽവർ സ്പ്ലിറ്റേഴ്സിൽ ഉൾപ്പെടുന്നവർ തന്നെ. 2 പതിറ്റാണ്ടോളം വിവാഹിതരായ ദമ്പതികൾ 2022 ഔദ്യോഗികമായി വിവാഹമോചിതരായി. അഞ്ചാമതായി ഹൃത്തിക് റോഷനും സൂസൻ ഖാനും. ഹൃത്തിക് റോഷനും സൂസൻ ഖാനും വിവാഹമോചനം നേടിയ മറ്റൊരു ദമ്പതികളാണ്. 2000 വിവാഹിതരായ ഇരുവരും 14 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം 2014 വിവാഹമോചിതരായി. എന്നിരുന്നാലും ദമ്പതികൾ തങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ വീഴ്ച വരാതെ സൗഹാർദ്ദപരമായ നിബന്ധനകളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആറാമതായി കിരൺ റാവുവും അമീർ ഖാനും. നടൻ അമീർ ഖാനും കിരൺ റാവുവും വിവാഹമോചനത്തിന് ഇരയായ മറ്റൊരു ദമ്പതികൾ. 15 വർഷത്തിലേറെയായി വിവാഹിതരായ ദമ്പതികൾ 2021 ജൂലൈയിൽ വിവാഹമോചിതരാവുകയായിരുന്നു. പരമ്പരാഗതമായി ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹത്തെ 2 വ്യക്തികൾ തമ്മിലുള്ള ആജീവനാന്ത കരാറായാണ് കണക്കാക്കുന്നത്. സാമൂഹിക സമ്മർദ്ദവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വരുന്ന അധിക്ഷേപങ്ങളും കാരണം വിവാഹ പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെ പ്രായമായ ദമ്പതികൾ പലപ്പോഴും ഒരുമിച്ച് താമസിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്താഗതികൾ, വർദ്ധിച്ച ആയുർദൈർഘ്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ ഗ്രേ ഡിവോഴ്സുകളുടെ വർധനവിന് കാരണമാകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ ഘടകം സ്ത്രീകൾക്കിടയിൽ വളരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ്. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നതോടെ സാമ്പത്തിക ഭദ്രതയ്ക്കായി അവർ തങ്ങളുടെ ഇണകളെ ആശ്രയിക്കുന്നത് കുറയും. ഇതവരുടെ വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്.